അടുത്ത നിമിഷങ്ങളിൽ ഇവർ സംസാരിക്കും. 60 നിമിഷങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന വിഷയത്തെ അധികരിച്ച് 1 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റുകൾ സ്വന്തമാകും. നിങ്ങൾ സംസാരിക്കുമ്പോൾ തടസ്സം വരികയാണെങ്കിൽ ഊർജ്ജസ്വലരായ മത്സരാർത്ഥികൾ തടസ്സം വിളിക്കും, അവർക്ക് 5 പോയിന്റുകൾ കിട്ടുകയും ചെയ്യും. പക്ഷേ 1 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ആദ്യം സംസാരിക്കേണ്ട ടീം എ ആണ്. റെഡിയല്ലേ? ഓക്കെ, എന്റെ വിഷയം ഇതാണ്: ചതിക്കുന്നവനെ ചത്താലും കൊല്ലണം. സംസാരിച്ചു. ജന്മജന്മങ്ങൾ കൊഴിഞ്ഞു പോയിടിലും കർമ്മബന്ധത്താൽ ശരീരപ്പിറക്കിലും ജീവന്റെ ജീവനെ ലോമനെ നീ എന്നും ആവില്ല നിന്നോർമ്മ വിസ്മരിക്കാൻ. ഈ മഹത്തായ കവിത പോലും ഒരു ചതിയില്ലേ? എന്താണ് അഞ്ജലി പറഞ്ഞോളൂ, എന്താ തടസ്സം? എന്താണ് അവിടെ നിർത്താതെ സംസാരിച്ചോളൂ. രാകേഷ്, വടക്കങ്ങ് പാടുകളിലും മറ്റും കേട്ടുവരുന്ന ചതി എന്ന പ്രയോഗം പ്രതികാരം അഞ്ജലിയുടെ ബാക്കി പത്രമാണ്. പ്രണയവഞ്ചനയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചതിക്കുന്നവർ എല്ലായിടത്തും ഉണ്ട്. പെണ്ണുങ്ങൾ കരുതിയിരിക്കുക, അവിടെയാണ് പെണ്ണുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഊർജ്ജവും വേണ്ടി വരുന്നത്. പെണ്ണുങ്ങൾ മാത്രം ചതിക്കാറില്ല, ആണുങ്ങൾ മാത്രമേ ചതിക്കാറുള്ളൂ. ഇവിടെ പെണ്ണുങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. സംവിധാനം ചെയ്ത ഇവിടെ വീണ്ടും പെണ്ണിലേക്ക് തന്നെ കടന്നു വരട്ടെ. എപ്പോഴും വഞ്ചിക്കപ്പെടുന്നവൾ പെണ്ണ് തന്നെയാണ്. കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടുന്നവളും അവൾ തന്നെ. രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ തെമ്മാടികളും ഈ സമയം പൂർത്തിയാകുന്നു. ഇപ്പോൾ 10 പോയിന്റുകൾ നിങ്ങളാണ് സ്വന്തമാക്കുന്നത്. അടുത്ത വിഷയത്തെ പറ്റി സംസാരിക്കേണ്ട നിങ്ങളുടെ ടീമാണ്. നമ്മുടെ നാട്ടിലെല്ലാം വിറ്റുപോവുകയാണ്. മണൽവാരി നദികൾ മരിപ്പറമ്പായിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും എന്തൊക്കെയാണ് വിൽക്കപ്പെടാൻ ഈ നാട്ടിലുള്ളത് എന്നൊരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം. വിൽക്കപ്പെടാൻ എന്തുണ്ട് ബാക്കി? തുടങ്ങാമേ? ശരിയാണ്. സംസാരിക്കാം. ഈ മണൽ മാത്രമല്ല, എല്ലാം തന്നെ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളവൽക്കരണത്തിന്റെ പേരിൽ മന്ത്രിമാരും മറ്റനേകം ഉയർന്ന നേതാക്കളും ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ എടുത്തു നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് വളരെയധികം ദയനീയമായിട്ടുള്ള നിലയിലേക്കാണ്. ഒരിക്കൽ ഗോപാൽ ചേട്ടൻ തെങ്ങിന് മുകളിൽ തേടി, പക്ഷെ തെങ്ങിന് മുകളിൽ അദ്ദേഹം പറഞ്ഞു തെങ്ങിന് മുകളിൽ ഗോപാൽ ചേട്ടൻ ഇവിടെ തന്നെ ഈ വിൽക്കാനുള്ള ഓരോ സംഗതികളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുന്നത്. ഏതും തോട്ടിൽ നിന്ന് തിരിച്ചെത്തിയ പൂവാലി പശുവിന്റെ അതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കഴുത്തിൽ കയറില്ലാതെ കണ്ടപ്പോൾ അമ്മ അതിനെ ചീത്ത പറഞ്ഞിരിക്കാം. അത് എന്താണ് കാരണമെന്ന് ഇതുവരെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, പട്ടിണിയും പരവട്ടവും കൊണ്ട് ഇവിടെ തന്നെ നമ്മുടെ സ്വത്തുമാണ് നഷ്ടപ്പെടുന്നത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളം തന്നെ അതിന്റെ തനിമയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും കടന്നു പോകേണ്ടി വരുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് സംസാരിക്കേണ്ട ടീം സി ആണ്. ടീം സി റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. സാധാരണ നാം സുവിശേഷം ചൊല്ലാറുന്നത് ആത്മശാന്തിക്കും രോഗശാന്തിക്കും വേണ്ടിയാണ്. നമുക്ക് ഇവിടെ കോപിക്കുന്നവർക്കായി സുവിശേഷം ചൊല്ലാം. എന്റെ വിഷയവും അതായിക്കോട്ടെ, കോപിക്കുന്നവർക്കായി ഒരു സുവിശേഷം. മകനെ, നീ കോപിക്കരുത്. കോപം കോപിക്കുന്ന കുഞ്ഞാടുകളെ, നിങ്ങൾക്ക് ഇതാ ഒരു സുവിശേഷം ഞാൻ എറിഞ്ഞു തരുന്നു. നിങ്ങൾ ആലോചിക്കുക. പൊട്ടിച്ചിരിക്കരുതേ മകനെ, നീ ചിന്തിക്കുക. നമ്മുടെ മനസ്സ് ഒരു വളരെ മൃദുലമായ ഒരു കോപിക്കുന്നവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, എല്ലാവരും കോപം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ചിരിക്കുന്ന അവസ്ഥ രോഗികളെ പോലെ? ടീം സി സംസാരിച്ചോളൂ. അങ്ങനെ നീ കോപിക്കാതിരിക്കുക. നിന്റെ ഹൃദയം വളരെ മൃദുലമാണ്. അത് പ്രേക്ഷകരുടെ ഹൃദയം ഒരുപാട് മൃദുവാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഒരു TV അടിച്ചു. ഒരു ആട്ടിൻ കുഞ്ഞിന്റെ ഹൃദയത്തെ പോലെ മറ്റുള്ള മനുഷ്യരോട് ഇടപഴകാനും മകന്റെ ഹൃദയം വളരെ ലോലമാണ്, മൃദുവാണ്. അതിനൊരിക്കലും നീ നീറുകയോ പൊരിക്കുകയോ ചെയ്യരുത്. കാരണം അത് വെണ്ണ പോലെ ഉരുകുന്നതാണ്. കോപം ഒന്നും ഒരു പരിഹാരമല്ല. കോപം പലതും നയിക്കുക മാത്രമല്ല, പതിനെ വെട്ടിപ്പിടിക്കാൻ കൂടി കോപം കൊണ്ട്. കോപത്തെ കുറിച്ച് ഇത്രയും വാചാലമായി സംസാരിക്കുന്നവർക്ക് അടുത്ത മേഖലയിൽ ആത്മവ്യൂഹം. മലപ്പുറം ജില്ലയിലുള്ള ഈ സുഹൃത്തുക്കളുമായി ഞങ്ങൾ കുറച്ചുനേരം സംസാരിക്കും. പക്ഷെ ഇവിടെ ഒരു നിയമമുണ്ട്. ഇവർ മലയാളത്തിൽ മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. വീട്ടുവിശേഷങ്ങൾ അല്ല, ഇംഗ്ലീഷ് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഔട്ട് ആവുന്നുള്ളൂ. ആദ്യം റെഡിയല്ലേ? ടീം എ റെഡിയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി, അതായത് ഒരുപാട് എഞ്ചിനീയർ പുറത്തൊക്കെ ഒരുപാട് ഇപ്പൊ റഷ്യ പോയി MBBS കഴിഞ്ഞാല് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം. റഷ്യ അല്ലെ ഫ്രാൻസിൽ പോയാലും ഇത് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? മലയാളത്തിൽ ഏത് ഡോക്ടർക്കായാലും ഏത് എഞ്ചിനീയർക്കാണെങ്കിൽ ഡിഗ്രി കിട്ടും, മലയാള ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ പോലും. സംസാരിച്ചോ. നമ്മുടെ നാട്ടില് ദൂര സ്ഥലത്തേക്ക് പോകണമെന്നില്ലല്ലോ, ഇവിടെ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഞാൻ ചോദിച്ചതല്ല, നമുക്കിവിടെ മലയാളം മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. മലയാളികൾ മലയാളം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ആ സമയത്ത് നമ്മൾ റഷ്യയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ്, അതാണ് മസ്റ്റായിട്ട് അവിടെ പഠിച്ചിരിക്കണം. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്?
എവിടെ ചെന്നാലും അവരുടെ ഭാഷകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ മലയാളം ആർക്കും ഒരു ഇതില്ല. മലയാളത്തിനോട് എന്താ എല്ലാവർക്കും ഒരു പുച്ഛമായി തോന്നുന്നു. എല്ലാവരും വേറെ രാജ്യത്തിലേക്ക് എഞ്ചിനീയറിംഗിനും മെഡിസിനൊക്കെ നമുക്ക് മലയാളം കൊടുത്താൽ എന്താണ് ഒരു അത് അവര് ഓരോരുത്തരും ഓരോന്നിന്റെ ഒരുപാട് പരിപാടികൾ കാണാറുണ്ട്. ഏതൊക്കെയാണ് വാർത്ത വളരെയധികം ഇഷ്ടപ്പെട്ട ന്യൂസിൽ എന്താണ് പ്രത്യേകിച്ച് താല്പര്യമുള്ള വിഷയം? വാർത്ത താല്പര്യമില്ല. ഏതൊക്കെ ചാനലാണ് കൂടുതൽ കാണുന്നത്? പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാറില്ല. പിന്നെ എന്താ കാണുന്നത്? വെറുതെ ഇല്ല. പരമ്പരകൾ ഇങ്ങനെ കാണും. പരമ്പരകൾ കാണും. പിന്നെ വേറെന്ത് കാണും? പരസ്യങ്ങൾ കാണും. ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ ഇഷ്ടം? എല്ലാ കളികളോടും വളരെ പൊതുവെ താല്പര്യം എല്ലാം ഇങ്ങനെ ഓവറോൾ ഏതെങ്കിലും ഒന്നിൽ പിടിച്ചില്ലേ? അല്ല, അങ്ങനെയല്ല. എല്ലാ കളികളും പ്രത്യേകിച്ച് നമ്മളെല്ലാ കളികളും പഠിച്ചിരിക്കണല്ലോ. എന്തായാലും ഏതൊക്കെ കളി അറിയാം? കാണുന്ന ഒരു 10 കളിയുടെ പേര് പെട്ടെന്ന് പറ. 10 കളിയുടെ പേര് പറ. പെട്ടെന്ന് പറ. ദൂരദർശനം കാണുന്ന 10 കളിയുടെ പേര് പറ. പന്ത് കൊണ്ട് പല കളികളുണ്ട്. കാല് കൊണ്ട് അടിക്കുന്ന ഒരു കളിയുണ്ട്. ഒരുപാട് ജയങ്ക ടീമുള്ള വളരെ മനോഹരമായ പ്രകടനമായിരുന്നു. ജൂലിയ ഒരുപാട് ചിരിക്കും. ജൂലിയയുടെ ജീവിതത്തിൽ ഈ ചിരി ഒരുപാട് കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവസാനം വരെ. പക്ഷെ താങ്കൾ അടുത്തിരുന്നാൾ വീണപ്പോ ചിരിച്ചത് വളരെ മോശമായി പോയി ഇല്ലേ? നമ്മുടെ ജീവിത കംപ്ലീറ്റ് മെഗാ കരയുന്ന പരമ്പരകളല്ലേ? ഓക്കെ ജൂലിയ, അതൊക്കെ പോട്ടെ. ജൂലിയ പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ ലോട്ടറി ഉണ്ടല്ലോ, ജൂലിയക്ക് ഒരു 3 കോടി രൂപ ലോട്ടറി അടിച്ചു. ജൂലിയ പൈസ കൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് പ്രത്യേകിച്ചൊന്നും പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് വീടുണ്ടാക്കുമായിരിക്കും. ലോട്ടറി നിരോധിക്കണോ? നിരോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സർക്കാരല്ലേ ഇറക്കണം. പിന്നെ സർക്കാർ ഇറക്കുന്ന ലോട്ടറി എങ്ങനെ സർക്കാർ നിരോധിക്കും? ഇപ്പൊ നിരോധിച്ച ഒരു ലോട്ടറി ഉണ്ടല്ലോ, എന്ത് ലോട്ടറിയാണ്? പെട്ടെന്ന് പേര് ഏതിന്റെ പേര്? എനിക്ക് സംസാരിക്കുന്ന വ്യക്തമായിട്ട് സർക്കാർ നിയന്ത്രണത്തിലല്ലാത്ത രണ്ട് ടീമും വീണു. അപ്പം എങ്ങനെയുണ്ട് അഞ്ജലി? അഞ്ജലി എന്ന് പറഞ്ഞൊരു സിനിമ. ആദ്യത്തെ ടീം വീണപ്പോ ജൂലിയ ചിരിച്ചു, ജൂലിയ വീണപ്പോ അഞ്ജലി ചിരിച്ചു. അഞ്ജലി വീഴുമ്പോ ചിരിക്കാൻ പ്രേക്ഷകരുണ്ടാവും. എന്തായാലും അഞ്ജലിയോടും താങ്കളോടുള്ള ചോദ്യം. അല്ല, ഒരു ചോദ്യം. അഞ്ജലി എന്ന് പറഞ്ഞൊരു സിനിമ പാട്ടില്ല, അത് ഏത് സിനിമയിലാണെന്ന് അറിയാം? പെട്ടെന്ന് പറയാം. അഞ്ജലി സിനിമയിൽ തന്നെ. പതിവിന് വിപരീതമായി ഇന്ന് എല്ലാവരും വീഴ്ന്നു പോകുന്നതോടുകൂടി ഈ റൗണ്ട് അവസാനിക്കുന്നു. നാം എത്തുന്നു അടുത്ത മേഖലയിൽ വിവാദം. ഇവിടെ ഉത്തരം കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണമാണ്. നിങ്ങൾ യുവാക്കളായതുകൊണ്ട് തന്നെ, ഒരു കലാലയത്തിന്റെ സന്തതികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വിദ്യാഭ്യാസം സമ്പന്നരുടെ കാഴ്ചവെട്ടിൽ അടിയറ വയ്ക്കുന്നു എന്നൊരു പരാതിയുണ്ട്. ഇത് സത്യമാണോ, ശരിയാണോ? വിദ്യാഭ്യാസം സമ്പന്നരുടെ കാഴ്ചവെട്ടിൽ അടിയറ വയ്ക്കുന്നുണ്ടോ? വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നൊക്കെയാണെങ്കിൽ പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ, മത്സരാധിഷ്ഠിതമായ കാലഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ സർക്കാരിനെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വിദ്യാഭ്യാസം നൽകാൻ സ്വകാര്യ വ്യക്തികളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് ഇത്രയും കൂടുതൽ അവസരങ്ങൾ നൽകുകയാണെങ്കിൽ നമ്മുടെ രാജ്യം വളരെ പാവപ്പെട്ട 100 കോടിയിൽ 3/4 ഭാഗവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സർക്കാരിന്റെ ബാധ്യതയാണ് ജനങ്ങൾക്ക് കാലത്തിന്റെ ഒത്തിരി വളരെ വിധിക്കപ്പെട്ട ജനങ്ങൾ ഇന്ന് രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആഗോള വിദ്യാഭ്യാസത്തിനൊപ്പം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജൂലി, ഗവൺമെന്റിനെ കൊണ്ട് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ പറ്റില്ല എന്നാണ് ടീം എന്ന് പറഞ്ഞത്. എന്നോട് തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഗവൺമെന്റിനേക്കാൾ ഉപരി അതിനെ നിയന്ത്രിക്കുന്ന ചില അന്തരാള ശക്തികളുണ്ട്. അവയാണ് ഒരു സ്വകാര്യ മേഖലയിലും അതേപോലെ തന്നെ സർക്കാർ മേഖലയിലും ഒരേപോലെ കലാലയങ്ങൾ തുടങ്ങുമ്പോൾ രണ്ട് കൂട്ടർക്കും, അതുപോലെ കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും ഒരുപോലെ മുന്നേറ്റ നിരയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. പണമുള്ളവർ മാത്രം പഠിക്കുക എന്ന ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ അത് തികച്ചും കൂടുതൽ എല്ലാവരും ഒരുപോലെ വിദ്യാഭ്യാസം നൽകാണ്. ഇപ്പൊ ഒരുപാട് എഞ്ചിനീയർമാരും ഒരുപാട് ഡോക്ടർമാരും എല്ലാം ഉണ്ടാകണമെങ്കിൽ പിന്നെ മറ്റു വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് പറയാം. പുള്ളിയുടെ അഭിപ്രായത്തിൽ പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി, പാവപ്പെട്ടവർ പഠിക്കേണ്ടതാണ്. പണം എറിഞ്ഞ് പണം കൊയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാകും പിന്നീടുള്ള എല്ലാ കുട്ടികൾക്കും. പണമുള്ളവർ പഠിക്കാന്നുള്ള മാത്രമല്ല, വളരെയധികം പഠിക്കാൻ ബ്രില്യന്റ് ആയ കുട്ടികൾക്ക് ഇപ്പൊ ബാങ്ക് ലോൺ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെന്റ് മുഖാനും മറ്റുള്ള സ്വകാര്യ ഏജൻസികൾ തന്നെ നൽകുന്നുണ്ട്. വിദ്യാഭ്യാസം കിട്ടി ജോലി ലോൺ എടുത്ത് പഠിച്ചിട്ടുള്ള എത്രയോ കുടുംബങ്ങൾ കടമായിട്ട് ഒരുമിച്ച് ബാങ്കിങ് രീതി അനുസരിച്ചിട്ട് പാവപ്പെട്ടവന് ലോൺ കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ രണ്ട് കൂട്ടരും ഒരുപോലെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു കൂട്ടർ കാശില്ലാത്തവർ തഴയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ കാശില്ലാത്ത ആരും കുറ്റം കൊണ്ടല്ല, അവര് ഈ മൂല്യശോഷനാണ് സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതാണ് മനസ്സിലാക്കുന്നത്. ജൂലി പറഞ്ഞു വരുന്നത് കഴിവുള്ളവന് പഠിക്കാൻ പറ്റുന്നില്ല, കഴിവില്ലാത്ത പൈസയുടെ ബലത്തിൽ പഠിച്ചു
വിളിച്ചോണ്ട് പോകും. പഠിച്ച് ജോലി കിട്ടണമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. പഠിക്കണം തന്നെ ഇല്ലല്ലോ, വേറെയും ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെയും നമുക്ക് ചെയ്യാലോ. പഠിക്കാതെ എങ്ങനെ ജോലി കിട്ടും? എല്ലാവരും വൈറ്റ് കോളർ ജോബ് മാത്രം ചെയ്യാൻ പറ്റില്ല. കർഷകരായി നമ്മുടെ നാട്ടിൽ ഇതൊരു 4 ദിവസം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഉത്തരം കിട്ടിയില്ല പതിവ് പോലെ. എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിൽ എത്തുന്നു. കൂടുമാറ്റം. കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴും ഫലിക്കണമെന്നില്ല. പക്ഷേ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതോ നേരിൽ കണ്ടിട്ടുള്ളതോ ചില കഥാപാത്രങ്ങളായി ഇവർ മാറും. നമ്മുടെ ജൂറി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. പതിവ് പോലെ ഭാഗ്യപേടകവുമായി പ്രദീപ് ടീം എ സമീപിക്കുക. ഓക്കെ, എടുത്തോളൂ. ഇതിൽ എഴുതിയിരിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറണം. ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പെട്ടെന്ന് നിങ്ങൾ അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ പറയേണ്ടി വരും. ഇപ്പോ ഈ മെഗാ സീരിയൽ കാണുന്ന ഭാര്യയും ഈ മനഃശാസ്ത്രജ്ഞന്മാർക്ക് കത്തെഴുതുന്ന ഭർത്താവുമാണ് രണ്ടുപേരും അടുത്തിരിപ്പുണ്ട്. ഏതായാലും സീരിയലാണ് കാണാറുള്ളത്. അതായത് കുടുംബ സീരിയല് കൂടുതൽ ഹൃദയത്തിലേക്ക് തട്ടുന്ന ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രം മനസ്സിൽ തങ്ങിപ്പുണ്ടോ? ഓളങ്ങളിലെ ബാലോട്ടൻ. വളരെയധികം ആ ബാലോട്ടനെ ഭർത്താവായിട്ട് മനസ്സിൽ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ്. കുട്ടികളെ ഒരുപാട് സ്നേഹിക്കണം. അപ്പൊ ഈ ഭർത്താവിന്റെ സ്നേഹമൊന്നും ഇല്ല? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും എന്താ അറിയില്ല, അദ്ദേഹത്തിന് വരാൻ എന്താ അറിയില്ല, ഇപ്പോഴും ഒരു ടെൻഷൻ അങ്ങനെയൊക്കെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അവരെ കണ്ടു പഠിക്കൂ അങ്ങനെ ഇങ്ങനെയൊക്കെ. കൂടുതൽ സ്നേഹിച്ച് ടെൻഷൻ ആയി പോയതാണ്. അങ്ങനെയൊന്നുമില്ല. എന്താ അറിയില്ല, അങ്ങനെ വരാൻ കാര്യം എന്താ? ഭർത്താവ് എന്ന് പറയുന്നു ദുഃഖത്തിന്റെ ഈ അലമാലകൾക്കിടയിൽ കിടന്നിട്ട് എന്റെ മനസ്സ് വെമ്പുകയാണ്. സീരിയൽ കാണുന്നുണ്ടല്ലേ? എന്തിനു വേണ്ടിയാണ് വെമ്പുന്നത്? ഞാൻ അദ്ദേഹത്തെ എപ്പോഴും നിർബന്ധിക്കും ഈ സീരിയൽ കാണും, ബാലോട്ടിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇത്ര വെമ്പിക്ക് അനുവദിക്കരുത്. അല്ല, എന്താ ഈ ഭാര്യ സ്നേഹിക്കാനുള്ള തടസ്സം? സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഹൃദയം എപ്പോഴെങ്കിലൊക്കെ കാണും. രാത്രി ആയി കഴിഞ്ഞാൽ റൂമിൽ അല്ലെങ്കിൽ ഏത് നേരം ഇങ്ങനെ എന്തൊക്കെയോ എഴുത്താണ്. ഞാൻ അടുത്ത് വന്നു കഴിഞ്ഞാല് എന്തൊക്കെ എന്നെ ഒളിച്ചു മറിക്കണ മാതിരി. അപ്പൊ എനിക്ക് എന്തൊക്കെയോ എന്താണെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ ശ്രമിച്ചു, പക്ഷെ അവര് എന്താ അറിയില്ല, എന്നെ കാണുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ്. എനിക്ക് അതിലൊരു വിഷമം. ഞാൻ ഭാര്യയല്ലേ, ഞാൻ ഇത്ര സ്നേഹിക്കേണ്ട അദ്ദേഹത്തെ. അങ്ങനെയല്ല ഞാൻ. ഭർത്താവിന് വല്ല രഹസ്യ ബന്ധമുണ്ടെന്ന് വല്ല ചിന്തയുണ്ട്? ഇല്ല. ഭർത്താവ് അവാർഡ് സിനിമയല്ല, നടനാണ്. സംസാരമില്ല അല്ലേ? അതിങ്ങനെ എപ്പോഴും സംസാരിക്കാത്തതാണ് കുഴപ്പം തോന്നുന്നു കേട്ടോ. എന്താ അറിയില്ല, ഏത് നേരം നോക്കിയാലും ഓരോ എഴുത്ത് എന്താ ചോദിച്ചാൽ ഒന്നും പറയില്ല. എന്നാ എന്റെ അടുത്ത് പറയണ്ടെങ്കിലും അതില്ല. ഭർത്താവിന് മൊത്തം ഒന്ന് പരിശോധിക്കാത്തത് എന്താണ് എഴുതണത്? എന്റെ ഭർത്താവിന് ഒരുപാട് വിശ്വാസമാണ്. അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടണമെന്നുണ്ട്. അത് ഏത് ഭാര്യ ആഗ്രഹിക്കുന്നതാണല്ലോ. പരിശോധിച്ചില്ലേ ഭർത്താവിന്? ഉണ്ട്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഷർട്ട് അലക്കാൻ നിന്നപ്പോ ഒരു ഇത് കിട്ടി, എഴുത്ത് കിട്ടി. അപ്പം അത് എഴുത്തിന്റെ കയ്യിലുണ്ട്. പെൺകുട്ടി നല്ലൊരു ഡോക്ടർക്ക് എഴുതിയതാണ്. ഞാനെന്നെ തകർന്നു പോയി. അതിൽ എഴുതിയിരിക്കുന്ന എന്താ വെച്ചാ, പ്രിയപ്പെട്ട ഡോക്ടർ, നീറുന്ന മനസ്സോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നീറുന്ന ഒരു മനസ്സോടെയാണ് കത്തെഴുതുന്നത്. ഒരു സീരിയൽ നായകനാണ് എന്റെ ഭാര്യയുടെ ഭർത്തൃസങ്കല്പം. അത്തരം ഒരു മാറ്റം എനിക്കാവുമോ? ഇനി ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? ഇനി എനിക്ക് മുമ്പിൽ ആത്മഹത്യ വഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ നോക്കാം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. കോൺവെന്റിലാണ് പഠിക്കുന്നത്. കോൺവെന്റ് പഠിക്കാം. ഹായ് ട്വിങ്കിൾ. ഹായ്. നോക്കൂ, എന്റെ ജൂറീസ് ഒക്കെ ജൂറി ബ്ലേഡ് പോലും ഇല്ല, ഷേവ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല. മലയാളം അറിയില്ല. മലയാളം കുറച്ച് അറിയാം. എവിടെയാ കുട്ടിയെ ഡെലിവറി ആയത്? എന്നെ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ പോകാൻ കാര്യം എന്താണ്? മമ്മിക്ക് ഒരേ നിർബന്ധം, ഞാൻ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം. അപ്പൊ മമ്മി ഡെലിവറി കഴിച്ച് അവിടേക്ക് പോയതാണ്. സംസാരിക്കുന്ന ഇംഗ്ലീഷിലോ രണ്ടും കൂടിയാണ്. കുട്ടികളുടെ ഡെലിവറി എവിടെയായിരുന്നു? ആക്ച്വലി എന്റെ മമ്മിയും ഇംഗ്ലണ്ടിൽ നിന്ന് ഡെലിവറി നടത്തണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ബട്ട് ഓൺ ദ വേ ശ്രീലങ്കയിലായിപ്പോയി. അപ്പൊ അതാണോ ഒരു തീവ്രവാദി ലുക്കുള്ളത് അല്ലേ? ഈ ഇപ്പൊ എങ്ങനെയാ ഒരു നിങ്ങളുടെ ഒരു ഈ സ്കൂൾ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു? വളരെ നല്ല രസമാണ്. ഇപ്പൊ വെക്കേഷൻ ആയിരുന്നു സർ. ഇവള് വെക്കേഷൻ എന്തൊക്കെയോ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രേ ചാറ്റിംഗ്, ഇന്റർനെറ്റില് ചാറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. ചാറ്റ് ചെയ്യാറുണ്ടോ? ഓ, ചാറ്റ് ചെയ്യാറുണ്ട്. ആരുമായിട്ടാണ്?
സൽമാൻ ഖാനുമായി ചാറ്റ് ചെയ്യാറുണ്ട്, മൈക്കിൾ ജാക്സണുമായിട്ടാണ് ഇപ്പൊ സ്ഥിരമായി ചാറ്റ് ചെയ്യാറുണ്ട്, പിന്നെ മോണിക്ക ലെവിൻസ്കി ആയിട്ട് നന്നായി ചാറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഇവരെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തത്? ബിൻ ലാദനെ ഇഷ്ടപ്പെടില്ല. ഓ, ബിൻ ലാദനെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ താടി കണ്ട് ഞാൻ പ്രേമിച്ചു പോയിട്ടുണ്ട്. താടി ഇല്ല, ഇപ്പൊ താടി എടുത്തു. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ സ്ക്രീനിൽ വരുന്നില്ല. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പിന്നെ ഒരിക്കൽ സാറിന് കേൾക്കണ, ഒരു ദിവസം ഉണ്ടല്ലേ ഒരു ബോയ് എന്റെ അടുത്ത് വന്നിട്ട് പറയാ ഐ ലവ് യു എന്ന്. അപ്പൊ ഞാനാരാ മോള്, ഞാൻ എന്ത് പറഞ്ഞു പറയോ, സോഷ്യൽ അല്ല ഞാൻ ആരാ മോള് അതറിയണ സർ, എന്റെ സോഷ്യൽ സ്റ്റാറ്റസ് അവന്റെ എന്റെ അല്ല, എനിക്ക് മാച്ച് ആവണ്ടേ, എന്റെ ബാക്ക്ഗ്രൗണ്ട്സിനൊക്കെ ചേർന്ന വിധത്തിലാകണ്ടേ. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ ഫാമിലീസ് ഒക്കെ എങ്ങനെയാണ്, അവന്റെ അല്ല സാറ് സംസാരിക്കുന്നത് ബ്രിട്ടീഷ് ലാംഗ്വേജിലാണ്, ഇവർ സംസാരിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. ആ ഒരു ഡിഫറൻസ്. അങ്ങനെ അവസാനം ഏതാണ്ട് ഞാൻ അവനോട് ഓക്കെ പറയും, ആ ലെവലിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കണ്ടേ സാർ, നമ്മൾ പറ്റിക്കപ്പെട്ടു പോലെ. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും, അത് മറക്കരുത് സാർ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും ചിന്തിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ ബികോം കഴിഞ്ഞിട്ടും യാതൊരു ചിന്തയുമില്ലാതെ എന്റെ അടുത്ത് ഒരാൾ. ഡാൻസ് മാസ്റ്ററും രക്ഷകർത്താവും. തന്ത്രികടത്തോം നമസ്കാരം. ഡാൻസ് മാസ്റ്ററും ഒരു കുട്ടിയുടെ രക്ഷകർത്താവും. അമ്മ കുട്ടിയുടെ അമ്മ. ആരെ ഡാൻസ് പഠിപ്പിക്കുന്നത്? ഞാൻ ഡാൻസ് പഠിപ്പിക്കും. ആരെയാ? ഞാൻ ഈ കുട്ടിയെ പഠിപ്പിക്കും, ഈ കുട്ടിയെ പഠിപ്പിക്കും, കുട്ടിയെ പഠിപ്പിക്കും, നന്നായി പഠിപ്പിക്കും, നന്നായി പഠിപ്പിക്കും. ഈ കുട്ടിയുടെ കുട്ടി എത്ര പ്രായമുണ്ട്? ഈ കുട്ടിക്ക് 18 വയസ്സുണ്ട്. ഈ കുട്ടിയുടെ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഈ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചോക്കോ, പറയൂ. ഒരു കുട്ടി എന്റെ വീട്ടില് എന്റെ കുട്ടിക്ക് അച്ഛനില്ല, അതായത് ഞങ്ങൾ ആരും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. ഞങ്ങൾക്ക് മാരേജിനോടൊരു താല്പര്യം ഇല്ല. ഇല്ല, അതൊക്കെ ചീറ്റിങ്, ഒന്നും വിശ്വസിക്കാവുന്നില്ല. ഒരു താലെടുത്ത് കെട്ടിടത്ത് എനിക്കൊരു ഞാൻ ഭരതനാട്യം പഠിപ്പിക്കും, ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. എനിക്ക് ഭയങ്കര താല്പര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തില്. ഞാൻ ഭരതനാട്യം പഠിപ്പിക്കും, മോഹിനിയാട്ടം പഠിപ്പിക്കും. ഇപ്പൊ സിനിമാറ്റിക് തുടങ്ങിയിട്ടുണ്ട്, പുതിയ തുടങ്ങിയ ലജ്ജാവതി വളരെ നന്നായി ചെയ്യും. ഈ കുട്ടി നന്നായി ചെയ്യും. ലജ്ജാവതി നന്നായി ചെയ്യും. ഈ കുട്ടിയെ ഞാൻ കാര്യമായി പഠിക്കുക. ഈ കുട്ടിയെ പഠിപ്പിച്ച ആ കുട്ടി പഠിച്ചു. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്താ ആഗ്രഹം? എന്റെ ആഗ്രഹിച്ചാൽ എന്റെ മകള് ഒരു കലാതിലകമാകണം. അത് ഞാൻ എന്തായാലും നേടിക്കൊടുക്കും. ഇവിടുത്തെ ജൂറിയെ കണ്ടാൽ മതി, കാണേണ്ടവരെ കാണുന്നേ ഉള്ളൂ. പിന്താങ്ങിയാ മതി, ഭയങ്കര പിന്താങ്ങലാണ് ഇമ്പോർട്ടന്റ്. വേറെ സ്വപ്നങ്ങളൊന്നുമില്ലേ? പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതം എന്റെ സ്വപ്ന. അത് ഞാൻ എപ്പോഴും വാൾ തന്നെടുക്കാറുണ്ട്, അടയ്ക്കാറേ ഇല്ല. മാസ്റ്റർ സ്വപ്നം എന്താ? എന്റെ ജീവിതത്തിലൊരു പെണ്ണ് കയറി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് കയറി വരുന്നത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കയറി വരണം. അത് വളരെ നല്ല കുട്ടിയായിരിക്കണം. ഞാൻ അവളെ നന്നായി സ്നേഹിക്കും, എന്റെ ഹൃദയത്തിൽ അവളെ സൂക്ഷിക്കും. മതി, എനിക്ക് മനസ്സിലായി. അവളെ ഞാൻ നന്നായി നോക്കിയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു വിവാഹ നിയമം ഉണ്ടോ? ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ? ഇയാളുടെ നോട്ടം തിരിച്ചില്ല, ഞാൻ പുരുഷനാ. ഇയാൾ നോട്ടം തിരിച്ചില്ല, എല്ലാ സ്ഥാനത്താ കള്ളൻ. ഞാൻ എന്തായാലും ഒരു നല്ല കുട്ടിയെ നോക്കി കല്യാണം കഴിക്കും, അത് ഉറപ്പാ. അതെ, ഞാൻ ആ കുട്ടിയെ നന്നായി സ്നേഹിക്കും, കുട്ടിയെ നന്നായി നോക്കി നടത്തും. ആ കുട്ടി എന്റെ ജീവിതത്തിൽ റാണിയായിരിക്കും. കല്യാണം എന്ന് പറഞ്ഞാൽ വേഗം വീണെന്നാണ് എന്റെ ആഗ്രഹം. നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നേരത്തെ പറഞ്ഞ വിവാഹത്തിൽ വിശ്വാസമില്ലെന്ന്. വിവാഹത്തിൽ വിശ്വാസമില്ല, പക്ഷെ ഒപ്പം ജീവിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടിക്ക് ഡാൻസ് ആവും. എനിക്ക് ആരുടെ കൂടെ അങ്ങനെ നിന്റെ മോളെ കൂടെ ജീവിക്കുന്ന കാര്യമാണ്. എന്തായാലും അവർ തല്ലിപ്പിരിഞ്ഞു. പക്ഷേ നമുക്ക് ആരാണ് വിജയി എന്ന് പറയേണ്ട സമയമായി. ജൂറി വിധി പറയും. ഒരു മത്സരമായാൽ അതിനൊരു സമ്മാനമുണ്ട്, അത് ചടങ്ങാണ്. പല മത്സരങ്ങളിലും ഈ സമ്മാനം വെറും ചടങ്ങായിട്ട് മാറാനാണ് പതിവ്. ഇവിടെയും ഞങ്ങൾക്ക് അനുഭവമായത് അതാണ്. ഇവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു, സമ്മാനം കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരു 1ാം സ്ഥാനക്കാരനെ തിരഞ്ഞെടുക്കുകയാണ്. 3 ടീമും വളരെ മനോഹരമായിട്ട് തമ്മിലൊരു വിലയിരുത്തൽ സാധ്യമല്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില റൗണ്ടുകളിൽ ഉള്ള മികച്ച പെർഫോമൻസ് വെച്ചിട്ട് ഞങ്ങൾ ഒരു ടീമിനെ 1ാം സ്ഥാനക്കാരായി നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഹരികുമാർ പറഞ്ഞത് വാസ്തവമാണ്. മത്സരം വളരെ കടുത്തതായിരുന്നു.
ഇത് ഭംഗിവാക്കല്ല, മുഖസ്തുതിയല്ല, വളരെ കടുത്ത മത്സരമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. എങ്കിലും ഒരു പതിവ് നടപടി എന്ന നിലയ്ക്ക് ഒരാളെ നിശ്ചയിക്കേണ്ടതുണ്ട്, ഒരു ടീമിൽ നിശ്ചയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടും എന്നാൽ അല്പം മനസ്താപത്തോടും കൂടി, മനസ്താപം എന്ന് പറയാൻ മറ്റുള്ളവരുടെ മനസ്താപത്തെ ഹൃദയത്തിലേന്തിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് വന്ന ജൂലിയ ഡേവിഡ് പ്രസീത എന്നിവരെയാണ് ഒന്നാം സ്ഥാനക്കാരായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ജൂലിയുടെയും പ്രസീതയുടെയും പ്രകടനം വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപഹാരങ്ങൾ നൽകുന്നത് ഗീത ജ്വല്ലറിശാല തിരുവനന്തപുരം നൽകുന്ന ഗോൾഡ് കോയിൻ, കമ്പ്യൂട്ടർ പബ്ലിഷേഴ്സ് നൽകുന്ന ഒരു ഉപഹാരം, കൊല്ലം സുപ്രീം നൽകുന്ന ഒരു ഉപഹാരം, പെരിയാർ റൈസ് നൽകുന്ന ഒരു ഉപഹാരം, ഇൻറോയൽ ഫർണിച്ചർ നൽകുന്ന വളരെ മനോഹരമായ പ്രകടനം തന്നെയായിരുന്നു. വീണ്ടും നമുക്ക് കാണാം. കമ്പ്യൂട്ടർ പബ്ലിക്കേഷൻ, കൊല്ലം സുപ്രീം, പെരിയാർ റൈസ്, ഇൻറോയൽ നൽകുന്ന സമ്മാനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങൾക്ക് ടീം എക്ക് ഉപഹാരം നൽകുന്ന കമ്പ്യൂട്ടർ പബ്ലിഷേഴ്സ്, കൊല്ലം സുപ്രീം, പെരിയാർ റൈസ് ആൻഡ് ഇൻറോയൽ ഫർണിച്ചർ. നല്ല ഒരു അധ്യായത്തിന്റെ തിരശ്ശീല ഇവിടെ വീഴുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും ഉച്ചരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക. അതൊരിക്കലും തെറ്റില്ല. നന്ദി, നമസ്കാരം.